കേരള സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ നിന്നും മലപ്പുറം ജില്ലയിലെ സ്വകാര്യ ആശുപത്രികൾ പിൻവാങ്ങുന്നു. ഓരോ ആശുപത്രിക്കും ഭീമമായ തുകകൾ ലഭിക്കാനുള്ളതിനാലാണ് ആശുപത്രികൾ പദ്ധതിയിൽ നിന്നും പിൻവാങ്ങാൻ നിർബന്ധിതരായിരിക്കുന്നത്. കിട്ടിയിട്ടില്ല. കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് ഈ രോഗികൾക്ക് ചികിത്സ നൽകിയതിൻ്റെ പേരിലുള്ള കുടിശ്ശിക നമുക്ക് വളരെ നാമമാത്രമായിട്ടാണ് കിട്ടുന്നത്. അതിൽ തന്നെ 5-6 മാസമായിട്ട് തീരെ കിട്ടാത്ത രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സെപ്റ്റംബറിൽ ഹോസ്പിറ്റൽ അസോസിയേഷൻ മാനേജ്മെൻറ്റ് ചർച്ച ചെയ്ത പ്രകാരം ഒക്ടോബർ 1 നിർത്താം എന്ന് നമ്മളെല്ലാവരും നിർത്തും എന്നുള്ള രീതിയിൽ നമ്മൾ പത്രപ്രസ്താവന ഇറക്കുകയും മീറ്റിംഗ് വിളിക്കുകയും നമ്മൾ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയും സർക്കാരിനെ അറിയിക്കുകയും ചെയ്തു. അതുപ്രകാരം നമ്മൾ ഒക്ടോബർ 1 മുൻപായിട്ട് സെപ്റ്റംബർ ലാസ്റ്റോടെ SHA അധികൃതർ നമ്മളെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറഞ്ഞു, ഈ പാവപ്പെട്ട രോഗികൾക്കുള്ള ഈ ചികിത്സ നിങ്ങൾ നിഷേധിക്കരുത്, നിങ്ങൾ ഇതുമായി മുന്നോട്ട് പോകണം, 2 മാസം കൊണ്ട് നിങ്ങളുടെ തുകയെല്ലാം തീർക്കാം എന്ന് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി ഉറപ്പ് തന്നത് പ്രകാരം, വാക്കാൽ ഉറപ്പ് തന്ന പ്രകാരം നമ്മൾ വീണ്ടും ഇതുമായി മുന്നോട്ട് പോയി. പൊതുജന ആരോഗ്യക്ഷേമത്തിനായി സർക്കാർ നടപ്പിലാക്കിയ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ വർഷങ്ങളായി എല്ലാ സ്വകാര്യ ആശുപത്രികളും സഹകരിച്ചു വരുന്നുണ്ട്. എന്നാൽ പദ്ധതി നടത്തിപ്രകാരം ഓരോ ആശുപത്രിക്കും ഭീമമായ തുക ലഭിക്കാനുള്ളതിനാലാണ് ആശുപത്രികൾ പദ്ധതിയിൽ നിന്നും പിൻവാങ്ങാൻ നിർബന്ധിതരായിരിക്കുന്നത്. ജില്ലയിലെ 80ഓളം ആശുപത്രികൾക്കായി 100 കോടിയോളം രൂപ ലഭിക്കാനുണ്ട്. 2023 സെപ്റ്റംബർ മാസം കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷൻ ഈ സാഹചര്യം സ്റ്റേറ്റ് ഏജൻസിയെ ബോധിപ്പിക്കുകയും തുകകൾ ലഭിച്ചില്ലെങ്കിൽ ആശുപത്രിയിൽ പദ്ധതിയിൽ നിന്നും പിന്മാറേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഹോസ്പിറ്റൽ അസോസിയേഷൻ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയുമായി നടത്തിയ ചർച്ചയിൽ ഓരോ ആശുപത്രിക്കും ലഭിക്കാനുള്ള തുക 2 മാസത്തിനകം തീർത്തു തരാമെന്നും സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയുടെ ഉറപ്പിന്മേൽ സ്കീമുമായി ആശുപത്രികൾ മുന്നോട്ട് പോകുകയായിരുന്നു. എന്നാൽ ചർച്ച കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞിട്ടും ലഭിക്കാനുള്ള തുകയിൽ നിന്നും വളരെ കുറഞ്ഞ ശതമാനം തുക മാത്രമേ ലഭിച്ചുള്ളൂ. ഈ തുക എത്രയും പെട്ടെന്ന് ലഭ്യമാക്കിയിട്ടില്ലെങ്കിൽ ആശുപത്രിയിൽ പദ്ധതിയിൽ നിന്നും പിൻവാങ്ങേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്നും ഈ തുക അനുവദിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടതെന്നും ഭാരവാഹികൾ അറിയിച്ചു. തുക ലഭിക്കുന്ന വർഷം സർക്കാർ നടപ്പിലാക്കുന്ന ഈ പൊതുജനാരോഗ്യ സുരക്ഷാ പദ്ധതി ഒന്നിച്ച് മുന്നോട്ട് പോകാൻ സ്വകാര്യ ആശുപത്രികൾ തയ്യാറാണെന്നും വാർത്താസമ്മേളനത്തിൽ മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു. മലപ്പുറം ജില്ലയിലെ വിവിധ സ്വകാര്യ ആശുപത്രികളെ പ്രതിനിധീകരിച്ച് നിയാസ് മുഹമ്മദ്, നൌഷാദ് നിയാസ്, CP അഹമ്മദ് അലി, സലീം മൂന്നിയൂർ, മുഹമ്മദ് ജുനൈസ്, PM ഷഫീഖ്, MT നിഹമ്മദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. മലപ്പുറത്തിന്റെ സ്വർണ്ണ സങ്കല്പങ്ങൾക്ക് പരിശുദ്ധിയുടെ തങ്കത്തിളക്കം നൽകി 22ാം വാർഷികത്തിലേക്ക് കടക്കുന്ന സഹാറ ഗോൾഡൻ ഡയമണ്ട്. ഏറ്റവും പുതിയ മോഡലിൽ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, ആന്റിക് ബ്രൈഡൽ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ കൂടാതെ 18 കാരറ്റ് ആഭരണങ്ങളുടെയും റോസ് ഗോൾഡ് ആഭരണങ്ങളുടെയും അത്യപൂർവ കളക്ഷൻസ്. വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യം, വിശാലമായ പാർക്കിംഗ് സൗകര്യം. സഹാറ ഗോൾഡൻ ഡയമണ്ട്സ്, കോട്ടപ്പടി, മലപ്പുറം. ഫോൺ 9744 912 916.